ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ കഴിഞ്ഞ മാസം ഡസ്റ്റർ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയതാണ്. കാരണം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, നല്ല പവർ ഓപ്ഷൻസ് ആയിരുന്നു, റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് നിസാൻ അവരുടെ ടെക്ടോണിൻ്റെ റിവ്യൂലും അൺവീൽ ചെയ്ത്. അത് ഈ വരുന്ന ഫെബ്രുവരി 4 ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, ഒരു ദിവസം മുന്നേ അവർ പറഞ്ഞു, അയ്യോ നമ്മൾ ഫെബ്രുവരി 4 വണ്ടി ഇറക്കുന്നില്ലല്ലോ, നമ്മൾ അതിൻ്റെ ലോഞ്ച് ഇങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്യാണെന്ന്. അപ്പോൾ ഇതവേ ലോഞ്ച് അല്ല, ഇത് ജസ്റ്റ് റിവ്യൂല് മാത്രമാണ് പറഞ്ഞത്. നമ്മൾ ഡസ്റ്റർ കണ്ടല്ലോ, ഏകദേശം അതുപോലത്തെ പരിപാടി തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് വണ്ടി കാണാൻ പറ്റിയേനെ എക്സ്റ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ ഫീച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഡിസൈൻ ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ വണ്ടി ഇതിന് മുന്നേ അവർ ടീസ് ചെയ്തിട്ടുള്ള ഇമേജസ് വെച്ച് കണ്ടിട്ടുണ്ട്. അത് പക്ഷേ കൈൻഡ് ഓഫ് ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇമേജസ് ആണ്, വണ്ടിയുടെ റിയൽ ഇമേജസ് അല്ല. പക്ഷെ എന്നാലും ഏകദേശം ക്ലോസ് ടു പ്രൊഡക്ഷൻ എന്ന് പറയാം. ഈ വണ്ടി കാണാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഡസ്റ്റർ ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് ഏകദേശം ഒരു ഡിസൈനിലുള്ള വ്യത്യാസം മനസ്സിലാക്കാമായിരുന്നു. എനിവേ അതിനിപ്പോൾ എന്തായാലും അടുത്ത കാലത്തൊന്നും നടക്കില്ല. കാരണം റെനോ അല്ല, നിസാൻ അതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഒരു പോസ്റ്റ്പോൺ ചെയ്തതെന്നോ അതോ എന്താണ് സംഭവം എന്നൊന്നും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടില്ല. ഏകദേശം ലുക്ക് നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് കാണാം. അതുപോലെ കുറേ റെൻഡേർഡ് ഇമേജസും വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ഡയമെൻഷൻസ് ഒക്കെ ഏകദേശം നമ്മുടെ ഡസ്റ്റർ പോലൊക്കെ തന്നെയായിരിക്കും. അത്യാവശ്യം സൈസ് ഉണ്ട് ഡസ്റ്ററിന്. ലെങ്ത്ത് മാത്രമേ ഒരു ആവറേജ് ഉള്ളൂ. ബാക്കി വിഡ്ത്ത്, ഹൈറ്റ്, വീൽ ബേസ് എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ലതാണ്. ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് പകരമായിട്ട് വേറൊരു വണ്ടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയാം. നമുക്ക് ആദ്യം ജസ്റ്റ് ടെക്ടോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഇവർ ടീസ് ചെയ്തിരിക്കുന്നതിനകത്ത് വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ മാത്രമേ ഉള്ളൂ, ഇൻറ്റീരിയർ ഒന്നും ഇവർ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഡസ്റ്റർ ആണെങ്കിൽ പോലും അവർ ഇൻ്റർനാഷണലി ഇറക്കിയിരിക്കുന്ന പുതിയ 3rd ജനറേഷൻ ഡസ്റ്ററിൻ്റെ ഇൻറ്റീരിയർ കുറച്ച് ബേസിക് ആയിട്ടാണ് വെച്ചത്. പക്ഷേ ഇന്ത്യൻ മോഡലിലേക്ക് വന്നപ്പോഴേക്കും ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തു. മെറ്റീരിയൽസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന 2 സ്ക്രീൻസൊക്കെ വന്നു. അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ ഇതിൻ്റെ അകത്തും എന്തായാലും ഉണ്ടാകും. ഫീച്ചേഴ്സ് ഒക്കെ കുറേയൊക്കെ കോമൺ ആയിരിക്കും. പക്ഷേ ഡാഷ്ബോർഡ് ലേഔട്ടിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അവർ ആദ്യം ടീസ് ചെയ്തിരിക്കുന്ന ഇമേജിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാനൽ കാണാം. ഈ ഒരു പാനൽ നമുക്ക് ആക്ച്വലി ഡസ്റ്ററിൽ കിട്ടുന്നില്ല. അതിൽ വേറൊരു ഡിസൈനാണ് വരുന്നത്. സോ ഈ 2 കമ്പനികളും സെയിം വണ്ടികളാണ് എസെൻഷ്യലി ഇറക്കുന്നതെങ്കിലും ഡിസൈൻ്റെ കാര്യത്തിൽ ഓരോരുത്തരുടെ രീതിയിൽ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൈഗറും മാഗ്നറ്റും ഒക്കെ ഇറക്കിയ പോലെ. കാരണം അത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെയിം വണ്ടികളാണെന്ന് ഒരിക്കലും തോന്നില്ല. അറ്റ്ലീസ്റ്റ് സാധാരണക്കാരൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. രണ്ടും വേറെ വേറെ വണ്ടികളെങ്കിലും തോന്നുള്ളൂ. പക്ഷേ അണ്ടർനീത്ത് എല്ലാം സെയിം ആണ്, അണ്ടർ പിന്നിങ്സും എല്ലാം സെയിം ആണ്. ഈവൻ എഞ്ചിൻ ഓപ്ഷൻ സാധനങ്ങളെല്ലാം സെയിം ആണ്. അത് പറഞ്ഞപ്പോഴാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ ഓപ്ഷൻസ് എല്ലാം ഡസ്റ്ററുമായിട്ട് വളരെ സിമിലർ ആയിരിക്കും. 1.3 ടർബോ, 1 ലിറ്റർ ടർബോ പെട്രോൾ, അതുപോലെ 1.8 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ട് ഹൈബ്രിഡ് പവർ ട്രെയിൻ, എല്ലാ സാധനങ്ങളും അതൊക്കെ തന്നെയാണ്. ഇൻറ്റീരിയറിൻ്റെ ലേഔട്ട് ഡസ്റ്ററിൽ വരുന്ന ഇങ്ങനെയാണ്. ബാക്കി ടെക്ടോണിൽ നമുക്കധികം വേഗാതെ കാണാം. ഇനി ഇതെന്തിനാണ് പോസ്റ്റ്പോൺ ചെയ്തതെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഡസ്റ്റർ അവർ റിപ്പബ്ലിക് ഡേയിൽ കാണിച്ചിട്ട് ആ വണ്ടിയുടെ ഡെലിവറി കൊടുത്തു തുടങ്ങാൻ പോകുന്നത് ഏപ്രിലൊക്കെ ആകുമ്പോഴാണ്. അതും ടർബോ പെട്രോൾ മാത്രം. ഹൈബ്രിഡ് വരാൻ പിന്നെയും കുറച്ചുകൂടെ ലേറ്റ് ആവും. അതായത് ഒക്ടോബർ, നവംബർ 2026, അതെന്ന് വെച്ചാൽ ലേറ്റ് 2026 ദിവാലിയുടെ സമയമൊക്കെ ആകുമ്പോഴേക്ക് അത് വരുള്ളൂ എന്നാണ് റെനോ പറഞ്ഞത്. സോ നിസാൻ ആലോചിച്ചാണ് നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് വണ്ടിയൊക്കെ കാണിച്ചിട്ട് എന്തിനാ ഇപ്പം തന്നെ വണ്ടി കാണിച്ച് എന്തായാലും മാർക്കറ്റ് ഇൻട്രസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ പോകും. ഡസ്റ്ററിന് ആ ഒരു ഫാൻ ബേസ് ഉള്ളതുകൊണ്ടാണ് അത്രയും ഹൈപ്പ് അങ്ങ് അടിച്ച് കയറിയത്. ഈ വണ്ടി പറഞ്ഞു വരുമ്പോൾ ഡസ്റ്റർ ബേസ്ഡ് ആണെങ്കിലും ടെക്ടോൺ എന്ന് പറഞ്ഞ വണ്ടിയെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. പണ്ട് ടെറാനോ ഉണ്ടായിരുന്നു ഡസ്റ്റർ ബേസ്ഡ് ആയിട്ട്. പക്ഷേ അതും അത്ര ഹിറ്റ് ആവാത്തതുകൊണ്ടായിരിക്കും അവർ ആ പേര് ഉപയോഗിക്കാതെ വേറൊരു പുതിയ പേരിലേക്ക് പോയത്. പുതിയ പേരിലേക്ക് പോയത് ആക്ച്വലി നല്ല കാര്യമാണ്. കാരണം ടെറാനോ ഓൾറെഡി ഫ്ലോ പ്രോഡക്റ്റ് അല്ലേ, പിന്നെ എന്തിനാ അത് എടുക്കുന്നത്? അപ്പം ഡസ്റ്റർ എടുത്തപ്പോൾ ഒരു ആലോചിച്ചാൽ ചിലപ്പം ചില ആൾക്കാർ ഡസ്റ്ററിലേക്ക് പോകുമായിരിക്കും. പക്ഷേ ഇതാകുമ്പോൾ പിന്നെ ഒരു പുതിയ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് പറയാമല്ലോ. പിന്നെ പഴയ ഡസ്റ്ററും പുതിയ ഡസ്റ്ററും തമ്മിൽ യാതൊരു ബന്ധമില്ല. പ്ലാറ്റ്ഫോം എല്ലാ സാധനങ്ങളും മൊത്തം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു വരുമ്പം പുതിയ ഡസ്റ്ററിലാണെങ്കിലും ആ പേര് മാത്രമേ അവർ വെച്ചിട്ടുള്ളൂ. ഇൻ്റർനാഷണലിയും ജനറേഷൻ അപ്ഡേറ്റ് തന്നെയാണല്ലോ വന്നത്. ഈ വണ്ടിയുടെ പ്രൈസ് വരാനും ആക്ച്വലി മാർച്ചൊക്കെ ആവും. അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് ഹൈബ്രിഡ് ആയിക്കോട്ടെ പെട്രോൾ എല്ലാത്തിൻ്റെയും പ്രൈസൊക്കെ വെച്ച് കമ്പാരിസണും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് എന്തായാലും നിസാൻ്റെ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. അതായത് ഏപ്രിലോ മെയ് ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പം ടെക്ടോണിൻ്റെ പ്രൈസ് അവർ പറയുമായിരിക്കും. അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന് ഡെലിവറി തുടങ്ങുള്ളൂ. അതുകൊണ്ട് ഇനി ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് ഈ വണ്ടി കാണിക്കേണ്ട, അപ്പോഴേക്കും എല്ലാവരും മറന്നു പോകും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇവരിത് പോസ്റ്റ്പോൺ ചെയ്തത്. അല്ലാതെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ അതിന് പകരം അവർ ഏത് വണ്ടിയാണ് ഇറക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുമായിരിക്കും. പുതിയ ഗ്രാവൈറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ട്രൈബർ ബേസ്ഡ് ആയിട്ടുള്ള MPV ആണ് ഇറക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ മറ്റേ വണ്ടി അവർക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഇറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഹൈബ്രിഡ് പവർ ട്രെയിൻ വരാൻ ലേറ്റ് ആവും. അത് ലോക്കലൈസ് ചെയ്തിട്ടില്ല ഇതുവരെ. അത് ആദ്യം ഇമ്പോർട്ട് ചെയ്താണ് ഇറക്കുന്നത്. ടർബോ പെട്രോൾ എല്ലാത്തിൻ്റെയും അത് പുതിയ വണ്ടിയാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഈ വണ്ടിയുടെ കാര്യത്തിൽ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ വർഷം തന്നെ റെനോ ട്രൈബറിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇറക്കിയായിരുന്നു. ആ ഫേസ് ലിഫ്റ്റ് ട്രൈബർ ബേസ്ഡ് ആയിട്ടുള്ള നിസാൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത്. അവർ ആദ്യം നിസാൻ്റെ വണ്ടിയുടെ ടെസ്റ്റിംഗ് ആണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് ഡിസൈൻ കണ്ടപ്പോൾ കുറച്ച് പുതുമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സമയത്ത് നോക്കുമ്പോൾ അങ്ങനെ
പ്രത്യേകിച്ച് വലിയ ഡിസൈൻ ചേഞ്ചസ് ഒന്നും കാണാനില്ല. കുറച്ച് ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ട് ഗ്രില്ലിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. മെയിൻ ചേഞ്ച് ആക്ച്വലി ഗ്രില്ലിലും അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ കുറച്ച് എലമെൻസിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അകത്തെ ഇൻസേർട്സിൽ കുറച്ച് വ്യത്യാസങ്ങളെന്ന് പറയാം. അല്ലാതെ അങ്ങനെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും നമ്മുടെ നിസാൻ്റെ ഗ്രാവൈറ്റും അതുപോലെ റെനോയുടെ ട്രൈബറും തമ്മിൽ പറയാനില്ല. പിന്നെ രണ്ട് വണ്ടികളുടെയും എഞ്ചിൻ ഓപ്ഷൻസും സാധനങ്ങളൊക്കെ ആണെങ്കിലും സെയിം ആണ്. അവർക്ക് ഒരു ടർബോ പെട്രോൾ ഇതിൻ്റെ അകത്ത് പ്രീമിയം ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന പോലെ കൊടുക്കാൻ പറ്റിയിരുന്നത് നല്ലതായിരുന്നു. ഇത് ടർബോ കൊടുത്താൽ ആൾക്കാർ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് വളരെ ശരിയാണ്. കാരണം ട്രൈബറിലാണെങ്കിലും ഇപ്പോൾ ഒരു എൻ്റെ എഞ്ചിൻ വെച്ച് തന്നെ അത്യാവശ്യം വണ്ടി വിൽക്കുന്നുണ്ട്. ടർബോ എന്ന് പറയുമ്പോഴേക്കും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് ആവും. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം ഇപ്പോൾ ഉള്ളതിലും കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് CVT കൂടെ കൊടുത്താൽ പിന്നെ പറയുക വേണ്ട. ഇപ്പോൾ ഉള്ളതിലും പിന്നെ അതായത് CVTക്ക് ഏകദേശം 1 ലക്ഷം രൂപ പിന്നെ എക്സ്ട്രാ വരും. അതായത് ഇപ്പോൾ ഉള്ള ട്രൈബറിൻ്റെ AMT വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയോളം എക്സ്ട്രാ പ്രൈസ് കൊടുക്കേണ്ടി വരും എന്ന് പറയാം. അത്രയും പ്രൈസ് എന്തായാലും ആരും ജസ്റ്റ് പവർട്ടിനും CVT കോമ്പിനേഷനും വേണ്ടി കിട്ടാൻ വേണ്ടി കൊടുക്കില്ല. അങ്ങനെ അതുകൊണ്ടാണ് റെനോ ആക്ച്വലി ഇതിനകത്ത് ടർബോ പെട്രോൾ കൊടുക്കാത്തത്. കൈകറിലും മാഗ്നറ്റിലും പിന്നെ സബ് 4 മീറ്റർ കോമ്പാക്ട് SUVs ആണെന്നെങ്കിലും പറയാം. അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ വാങ്ങും. ഇതിൻ്റെ അകത്ത് പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. കാരണം ഇതൊരു ബഡ്ജറ്റ് MPV എന്നുള്ള രീതിയിൽ മാക്സിമം എക്കണോമിക്കലായിട്ട് ഓടിക്കുക, ഒരു നല്ലൊരു ഫാമിലി കാറായിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ കൊടുക്കുന്നത്. എന്നാലും അങ്ങനെ ഒരു ഓപ്ഷനായിട്ട് റെനോ അവിടെ വണ്ടി വിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിസാൻ അത് പക്ക റീബാഡ് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ മറ്റു 2 വണ്ടികൾ പോലെയല്ല. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ട്രൈബർ തന്നെയാണെന്ന്. അല്ലാതെ ഡിസൈൻ്റെ കാര്യത്തിൽ അവർ കാര്യമായിട്ടുള്ള പണിയൊന്നും എടുക്കാത്തത് കൊണ്ട് വേണമെങ്കിൽ ഒരു ഓപ്ഷണൽ ടർബോ പെട്രോൾ എഞ്ചിൻ, അതായത് മാഗ്നറ്റിലൊക്കെ വരുന്ന 1.2 ടർബോ 100 bhp 160 Nm ടോർക്കൊക്കെ ഉള്ള എഞ്ചിൻ ഇതിനകത്ത് കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലൊരു പ്ലസ് പോയിൻ്റായിട്ട് പറയാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നിസാന് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ട് പറയാൻ ആ ഒരു പോയിൻ്റ് എങ്കിലും ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇതിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. അവർ എന്താണോ ഡ്രൈവറിലുള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുക്കാൻ പോകുന്നത്. ഡ്രൈവറിൽ ഇപ്പോൾ ഓട്ടോ AC ഒന്നും വരുന്നില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെ 2-3 അഡീഷണൽ ഫീച്ചേഴ്സ് എങ്കിലും അവർ കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് നോക്കാം. ഈ വരുന്ന ഫെബ്രുവരി 17-നാണ് ഈ വണ്ടിയുടെ റിവ്യൂല് പറഞ്ഞിരിക്കുന്നത്. അതും ജസ്റ്റ് റിവ്യൂലാണ്, അവർ ലോഞ്ചായിട്ട് പറഞ്ഞിട്ടില്ല. ലോഞ്ച് മിക്കവാറും അടുത്ത മാസമൊക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഒഫീഷ്യൽ അൺവെയിൽ അവർ ആദ്യം മാർച്ചിൽ നടത്തും എന്നാണ് പറഞ്ഞിരുന്നത്. അതാണ് പെട്ടെന്ന് ചാടിക്കയറി ഇപ്പോൾ ഫെബ്രുവരിയിലോട്ടാക്കിയിട്ട് നമ്മുടെ ടെക്ടോൺ നേരെ മാർച്ചിലേക്ക് പോസ്റ്റ്പോൺ ആക്കിയത്. മാർച്ച് ആയിരിക്കും, അതവർ പറഞ്ഞിട്ടില്ല. പക്ഷേ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും വണ്ടി അൺവെയിൽ ചെയ്തേ പറ്റുള്ളൂ. എനിവേ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് നിസാൻ്റെ ഈ തീരുമാനത്തിലുള്ള അഭിപ്രായം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചാനൽ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.